ഇതൊന്നും ആഖിറത്തിലാണ് എല്ലാ ശിക്ഷയെന്നൊന്നും തെറ്റിദ്ധരിക്കല്ലേ. പല ആളുകളെയും വിചാരം ശിക്ഷ അവളുടെ ആഖിറത്തിൽ. അല്ലേ, അല്ല. അജ്ജല ഉഖൂബതഹു ഫിദ്ദുനിയാ. നബി തങ്ങൾ പറയാണ്, ചില പാപങ്ങൾ സംഭവിച്ച അവന് ദുനിയാവിൽ അല്ലാഹു ശിക്ഷ കൊടുക്കും. അതിന് തൗബ പോലുമില്ല. അവൻ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ പരലോകം അല്ലാഹു രക്ഷപ്പെടുത്തും. പക്ഷേ ദുനിയാവിൽ അല്ലാഹു അവന് ശിക്ഷ കൊടുക്കും, ഉറപ്പാൻ. 3-4 പാപമുണ്ട്, ഞാൻ ശേഷം പറയും. അത് ചെയ്താൽ ദുനിയാവിന് ശിക്ഷ കിട്ടും. അതിനൊന്നും തൗബല്ല. എല്ലാത്തിനും തൗബുണ്ട്. അത് ആഖിറത്തിലാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ആഖിറത്തിലേക്കാണ്. ആഖിറത്തിൽ അല്ലാഹു രക്ഷപ്പെടുത്തും. പക്ഷെ ദുനിയാവിൽ ചെയ്ത പോക്രിത്തരത്തിനൊക്കെ ഇവിടെ നിന്ന് കിട്ടുമെന്നാണ് മസല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ അഅറാബി ചോദിച്ചതാണ്, നബിയെ ഭാര്യ പ്രസവിച്ചു, കുട്ടി നന്നാകാൻ എന്താ ചെയ്യേണ്ടത്? 3 കാര്യം പറഞ്ഞു. അതിലൊന്ന് ഹലാലായ ഭക്ഷണം കൊടുക്കണം, 2 ഇൽമു പഠിപ്പിച്ചു കൊടുക്കണം. 1-ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് ഉസ്താദേ? 40 കുട്ടികൾ. 10-ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് ഉസ്താദേ? 5 കുട്ടികൾ. ബാക്കി 35 മരിച്ചു പോയിട്ടില്ല. 2-3 കുട്ടികൾ വീട് മാറിപ്പോയിട്ടുണ്ട്. ബാക്കിയൊക്കെ നാട്ടിൽ തന്നെ ഉണ്ട്. ഒരു സ്കൂൾ 2 ബസ് കയറി പോകുന്നുണ്ട്, സ്കൂൾ ബസ് കയറി പോകുന്നുണ്ട്. കുറച്ച് ദൂരത്താണ്, കുഴപ്പമില്ല. വീടിൻ്റെ തൊട്ടടുത്ത് മഹല്ലിലുള്ള മദ്രസയിലേക്ക് പോകാൻ വാപ്പക്കും പറഞ്ഞേക്കാൻ താല്പര്യമില്ല, ഉമ്മക്കും നേരല്ല. മോക്ക് താല്പര്യമില്ല. മോള് നിർത്തി എന്ന് പറഞ്ഞാൽ അങ്ങ് സമ്മതിച്ചു കൊടുത്തു പോകുന്നു. ചില സ്ഥലത്തൊക്കെ വാപ്പയും ഉമ്മയാകണം, നിങ്ങളെ മക്കളാണ്. കണ്ടില്ല, ഒരു മോൻ ഉമ്മാനെ കെട്ടിയാട് കൊന്നതാണ്. ഓനും നല്ല മോനാണ്. ഉമ്മ എത്ര സ്വപ്നം കണ്ടിട്ട് ഈ മോനെ, ഒറ്റ മോനാണ് പ്രസവിച്ച് വളർത്തിയിട്ടുണ്ടാകുക. അതും ക്യാൻസറായി കിടക്കുമ്പോൾ തൊട്ടരികത്ത് വന്നിട്ട് ഉമ്മാൻ്റെ നെറ്റിയിൽ മുത്തം കൊടുത്ത് ഞാനുണ്ട് ഉമ്മ കൂടെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കേണ്ട മോനാണ് കത്തിയെടുത്ത് ഉമ്മാനെ കുത്തിയം കൊന്നത്. തമാശക്കളിയല്ലത്. അപ്പോൾ അവനാൻ്റെ മക്കളെ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ കുറച്ച് ഉത്സാഹം കാണിച്ചോ. കാലാകാലം ഈ രസമുള്ള ജീവിതവും കിട്ടൂല. ജീവിതം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവാണ്, കാലം പോവാണ്, നമ്മളൊക്കെ മേസന്മാരാകാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ മരിക്കുന്നവരെ പുഞ്ചിരിച്ച് മരിക്കാനെങ്കിൽ അവസരം വേണോ? അവനാൻ്റെ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തേക്ക്. ഇനി 3-മത്തത്, ആ മക്കൾ നന്നാകാൻ 3 കാര്യത്തിൽ, 1 ഹലാലായ ഫുഡ്, 2-മത്തത് മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക. 3-മത്തതോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ അഅറാബിനോട് പറഞ്ഞു, മോനെ നിന്റെ കുട്ടിയുടെ ഉമ്മയോട് നീ ഏറ്റവും നല്ല പോലെ പെരുമാറണേ. വആശിറൂഹുന്ന ബിൽ മഅറൂഫ് വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. ഇത് കുറച്ച് മാറ്റി വെച്ചോ, അങ്ങോട്ടേക്ക് വോളിയം നേരത്തെ പോലെ. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നിന്റെ കുട്ടി നന്നാക്കണമെങ്കിൽ നീ നിന്റെ ഭാര്യനോട് നല്ല പെരുമാറ്റമായിരിക്കണം. ഇത് കേട്ടപ്പോൾ അഅറാബിക്ക് ഒരു 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 ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇതും അഅറാബിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആദ്യത്തെ 2 ഓക്കെ, നബിയെ നിന്റെ കുട്ടിക്ക് ഞാൻ ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഹലാലായ ഫുഡേ കൊടുക്കൂ. പക്ഷേ യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യയോട് നല്ല പോലെ പെരുമാറാ കഴിയുന്നില്ല നബിയേ. അവളെ ബഹളം സഹിക്കാൻ പറ്റുന്നില്ല, അവളെ സംസാരം എനിക്ക് പറ്റുന്നില്ല. ഭാര്യനോട് നല്ല പോലെ നിൽക്കാൻ പറ്റൂല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ അവിടെ തീർപ്പാക്കി പറയാണ്, മോനെ തർബിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് 3 കാര്യങ്ങളാണ്. മക്കൾ നന്നാകണേ, ഇത് നിർബന്ധമാണ്. അതാണ് അർത്ഥം. ഹലാലായ ഭക്ഷണം കൊടുക്കണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മോനെ ഇൽമു പഠിപ്പിച്ചു കൊടുക്കണം. 3-മത്തത്, നീ ആരെയാണോ വിവാഹം ചെയ്തത് അവരോട് ഏറ്റവും നല്ല പോലെ പെരുമാറണേ. അപ്പൊ ഞാനടക്കമുള്ള പുയ്യാപ്പിളാര്, ഭർത്താക്കന്മാര്, മാപ്പിളാര് എന്ന് പറയും, മാപ്പിള. ഈ ഭർത്താക്കന്മാർ മനസ്സിലാക്കുക, കുട്ടി ഉണ്ടായിട്ടുണ്ട്, ഇത് നന്നായി കിട്ടണമെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. നാട്ടുവർത്താനല്ല, കെട്ടിയോളോട് നല്ല പെരുമാറാൻ ഓപ്ഷനുള്ളൂ. ഇതാണ് ആര് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഅറാബിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നബിയേ, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളാണ്, ഇടയ്ക്കിടെ എപ്പോഴും പ്രശ്നങ്ങളാണ് നബിയേ. എന്താണ് പരിഹാരം?
മൂന്നാമത്തതിന് പകരം വേറെ വല്ലതും പറഞ്ഞു തരുമോ? നബി തങ്ങൾ പറഞ്ഞു, ഈ മൂന്നെണ്ണമാണ്. ഇതിലൊന്ന് നഷ്ടമായ അവിടെ തർബിയത്ത് നടക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മോനെ, നിന്റെ ഭാര്യ നിന്റെ ഭാര്യ മാത്രമല്ല, നിന്റെ കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ്. അൽ-ഉമ്മു മദ്രസത്തുൻ, മാതാവാണ് ഒന്നാമത്തെ മദ്രസ. ആ മാതാവിലൂടെയാ നിന്റെ മക്കൾ പഠിച്ചു തുടങ്ങുന്നത്. അവൾക്ക് ഇടങ്ങേറുള്ള ജീവിതം കൊടുത്ത അത് ബാധിക്കുന്നത് നിന്റെ കുട്ടികളെയാണ്. എത്ര വലിയ സൈക്കോളജിയാണ് ഈ പറഞ്ഞത്. സൈക്കോളജി പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എന്തായാലും ചൈൽഡ് സൈക്കോളജി. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ കൺസൾട്ട് ചെയ്യാൻ കാണിക്കാൻ വേണ്ടി പോയാൽ സൈക്കോളജിസ്റ്റ് ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങളെ കെട്ടിയോളും തമ്മിൽ എങ്ങനെയാ റിലേഷൻ എന്ന് ചോദിക്കും. എപ്പോഴും തല്ലൂടാണെങ്കിൽ അതാദ്യം ക്ലിയർ ആക്കണമെന്നാണ് സൈക്കോളജിസ്റ്റ് അഡ്വൈസ് ചെയ്യുന്നത്. അത് മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ മക്കള് ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മക്കൾ കണ്ട് വളരുന്നത് ഉമ്മാനെയാണ്. കൂടുതൽ നമ്മളെയല്ല, ഉമ്മാൻ്റെ കൂടെ കിടക്കുന്നത്. ഉമ്മാൻ്റെ അടുത്തു നിന്നാണ് 2 വർഷക്കാലം അവർ ഫീഡ് ചെയ്യുന്നത്, മുലപ്പാൽ കുടിക്കുന്നത്. ഇതെല്ലാം ഒരു തരം കണക്ഷനാണ്, ഒരു റിലേഷനാണ്. അവരുടെ സ്വഭാവം, എമോഷൻ, അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ളത് ഒരു ഉമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ട്രാൻസ്മിഷൻ നടക്കുന്ന അതിൻ്റെ ഒരു വേ ഓഫ്, അതിൻ്റെ ഒരു പാത്ത് വേ ഉണ്ട്. അത് ഉമ്മയിലൂടെയാണ്. അൽ ഉമ്മ മദ്രസ. 2 വയസ്സ് കഴിഞ്ഞ് 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് കുട്ടീനെ മദ്രസയിൽ ഉന്തി പറഞ്ഞേക്കുന്നു, ഡ്രസ്സ് ഉണ്ടാക്കി മാറ്റി കൊടുക്കുന്നു, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഇസ്തിരി ഇട്ട് കൊടുക്കുന്നു, യൂണിഫോം ഇടിക്കുന്നു, ടൈം ടേബിൾ എടുത്തു വെച്ചു, ഒക്കെ അമ്മയാണ്. മോനെ, നിന്റെ ഇണയോടുള്ള പെരുമാറ്റം നല്ലതാണോ? അതാണ് കുട്ടിയിൽ തർബിയത്ത് വരുന്നത്. അൽ-ഉമ്മു മദ്രസ. ഹബീബുനാ റസൂലുള്ളാഹ് പാഹനില പൂമഴയായി പെയ്തുഴിയുന്നിതാ, പാലനൽ ശീതകളായി പാടിടുന്നിതാ. യാ റസൂലനാ സലാം, യാ ഹബീബനാ സലാം, യാ റസൂലനാ സലാം, യാ ഹബീബനാ സലാം. നബിയേ, നല്ല പെരുമാറ്റത്തിന്, നല്ല പോലെ എന്റെ ഭാര്യയുമായുള്ള പെരുമാറ്റം നന്നാകാൻ ഞാൻ എന്തു ചെയ്യണം നബിയേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, ലാ തഗ്ളബ്, ലാ തഗ്ളബ്. നീ നിന്റെ ഇണയോട് ദേഷ്യം പിടിക്കരുത്, നീ നിന്റെയോട് ഭാര്യനോട് ദേഷ്യപ്പെടരുതേ. ദേഷ്യം കുറച്ചാൽ പകുതി പ്രശ്നം സോൾവ് ആകും എന്ന് പറഞ്ഞു. അറാബി പറഞ്ഞു, നബിയേ, ദേഷ്യം ഞാൻ കൂടുതലാണ് നബിയേ, ദേഷ്യക്കാരനാണ് നബിയേ, ഞാൻ ഭയങ്കര മുൻകോപിയാണ്. പല ആളുകളും വിചാരിക്കും അങ്ങോട്ട് ചൂടാകുന്ന നല്ല സ്വഭാവമാണ്. നല്ല സ്വഭാവമല്ല. ഈ മോട്ടിവേഷൻ പറയുന്ന ആളൊക്കെ പറയും നല്ല സ്നേഹമുള്ളവർ നന്നായി ചൂടാവുന്നു. ചൂടായി ലാസ്റ്റ് സ്നേഹം നഷ്ടപ്പെടുമെന്നാണ് റസൂലുള്ള പറഞ്ഞത്. അതാണ് സൈക്കോളജിസ്റ്റുകളും പറയുന്നത്. മോഡേൺ സൈക്കോളജി പറയുന്നത് അതാണ്. ഒരാളോട് അമിതമായി ദേഷ്യപ്പെട്ടാൽ, ആരോടാണോ നിങ്ങൾ ദേഷ്യപ്പെടുന്നത് അയാൾക്ക് നമ്മളോടുള്ള ഇഷ്ടം കുറഞ്ഞു വരുമെന്നാണ്. മുൻകോപക്കാരനാണ്, ദേഷ്യക്കാരനാണ് എങ്കിൽ ദേഷ്യം അത് കൺട്രോൾ ചെയ്യണമെന്ന് റസൂലുള്ള പറഞ്ഞു. നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ പോയി ഒന്നെടുക്ക്. ആർക്കേലും ദേഷ്യം വന്നാ പെട്ടെന്ന് പോയി വുളൂ ചെയ്യണേ. എന്നിട്ടും ദേഷ്യം പോകുന്നില്ലെങ്കിൽ ഏടെങ്കിലും പോയി ഇരിക്കി. എന്നിട്ടും ദേഷ്യം വരുന്നില്ല, ഫല്യൽതജി, ഏടെങ്കിലും പോയിട്ട് ചെരിഞ്ഞ് കിടക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം